ലോകത്ത് എവിടെ പോയാലും നമുക്ക് ഒരു നൊസ്റ്റാൾജിയ ആയിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് കായൽ തീരത്ത് താമസിക്കുക, കായലിലൂടെ ബോട്ടിങ്ങിന് പോകുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം അതിന് നമ്മൾ കായലിൻ്റെ തീരത്ത് ബോട്ടിങ്ങിന് പോകാനും കായൽ തീരത്ത് താമസിക്കാനും ഒക്കെ ഉള്ള ഐഡിയ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ നമുക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ടും അവിടുത്തെ കുറച്ച് കാഴ്ചകളും എക്സ്പീരിയൻസൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ എന്തായാലും ഓണത്തിൻ്റെയും ക്രിസ്മസൊക്കെ വെക്കേഷൻസൊക്കെ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദറിനൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ റിസോർട്ടിൻ്റെ പേര് ലീല എന്നാണ്. ഇൻ്റർനാഷണൽ ബോട്ടിക് സ്റ്റൈലുള്ള 11 റൂമുകളാണ് നമ്മുടെ ഈ റിസോർട്ടിലുള്ളത്. എല്ലാ റൂമിനും നല്ല ആംബിയൻസ് ആണ്. റൂമുകളിലെല്ലാം ബാൽക്കണികളുണ്ട്. ബാൽക്കണി തുറന്നാൽ നമുക്ക് കായലിലേക്കുള്ള വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ലഭിക്കുന്നത് കേട്ടോ. വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഗെറ്റ് ടുഗദർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് മീറ്റിങ്ങിനൊക്കെ വരാവുന്നതാണ്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ റൂമുകളും കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല കോസി ആയിട്ടുള്ള റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. റൂമിൽ നിന്നുള്ള ബാൽക്കണി ഓപ്പൺ ചെയ്താൽ നമുക്ക് വേമ്പനാട്ട് കായലും അതുപോലെ തന്നെ നമ്മുടെ റിസോർട്ടിലെ ആംബിയൻസും സ്വിമ്മിംഗ് പൂൾ സഹിതമുള്ള റിസോർട്ടാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിങ്ങനെ ഇവിടെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ നല്ലൊരു മഴയും ഒരു കട്ടൻ ചായയും നമുക്ക് കൂട്ടിനുണ്ടെങ്കിൽ അത് പിന്നെ പറയണ്ടല്ലോ, വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് നടന്ന് കാണാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ഇപ്പം. പിന്നെ മഴക്കാലത്തും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഈ റിസോർട്ടിൽ താമസിക്കാൻ മാത്രമല്ല ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ചൈൽഡ് ഫ്രണ്ട്ലി ആണ്, പക്ഷേ സ്വിമ്മിംഗ് പൂൾ ചൈൽഡ് ഫ്രണ്ട്ലി അല്ല, അഡൽട്ട്സിന് പറ്റിയ പൂളാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഫുഡ് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ് അതിനനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്ത് തരും. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ നിങ്ങൾക്ക് അല്ലാതെ ബുഫേ സിസ്റ്റം ഒക്കെ വേണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇപ്പം നിങ്ങൾ വലിയ ഗെറ്റ് ടുഗദറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഇവൻറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതായത് വെഡ്ഡിങ് അല്ലെങ്കിൽ കുട്ടികളുടെ നൂലുകെട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്നുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ ബുഫേ സിസ്റ്റം അങ്ങനെ ഏത് രീതിയിൽ അവർ ക്രമീകരിച്ച് തരുന്നതാണ്. പിന്നെ ഇവിടെ നടന്ന് കാണാൻ മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കയാക്കിങ്, ബോട്ടിങ്, അതുപോലെ സൈക്ലിംഗ് എല്ലാം പറ്റിയ ഒരു ഏരിയയും കൂടാണ്. അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സൈക്കിളിനൊക്കെ സെപ്പറേറ്റ് റെൻ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന പാക്കേജുകൾ അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ഗ്രൂപ്പിനൊക്കെ അനുസരിച്ച് റേറ്റുകളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഈ റിസോർട്ടിലെ കാഴ്ചകൾ കേട്ടോ. നടന്ന് കാണാനുള്ളതിനോടൊപ്പം തന്നെ ആക്ടിവിറ്റീസും വളരെയേറെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഓൾറെഡി ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഹൗസ് ബോട്ടിൽ പോകുന്നുണ്ട്. ഹൗസ് ബോട്ടിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വരാം. അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടിപ്പോകും. അപ്പോൾ ആ കാഴ്ചകൾ വേറൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കല്ലാതെ ഇവിടെ നമുക്ക് കയാക്കിങ്ങിനൊക്കെ ഉണ്ട്. അതുപോലെ സൈക്ലിംഗ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ലീല കുമരകം ബാക്ക് വാട്ടർ ബോട്ടിക് റിസോർട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കൂടുതൽ അമ്യൂണിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ പെയ്ഡ് ആയിട്ടുള്ളതും ഫ്രീ ആയിട്ടുള്ള സർവീസുകൾ കൂടുതൽ അറിയാൻ സാധിക്കും. പിന്നെ ഇവിടെ നോർമൽ പൂളും സ്പായൊക്കെ ഉണ്ട്. പൂളിൽ വന്നിട്ട് നമുക്ക് കിഡ്സ് ഫ്രണ്ട്ലി അല്ല, അഡൽട്ട്സിന് പറ്റിയൊരു പൂളാണ്. അപ്പം വേമ്പനാട്ട് കായലിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇൻഫിനിറ്റി പൂളിൽ കിടന്ന് നീന്തുക എന്ന് പറഞ്ഞാൽ അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. ഇതൊക്കെയാണ് കയാക്കിനുള്ള ഐറ്റംസ്. കയാക്കിനും നിങ്ങൾക്ക് ഇവിടുന്ന് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിയും ചെക്ക് ഔട്ട് പിറ്റേ ദിവസം 11 മണിയാണ് കേട്ടോ. ടൈമിംഗ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ഗെയിംസ് കളിക്കണമെങ്കിൽ അതിനുള്ള റൂമും വാട്ടർ ക്രാഫ്റ്റ്, വാട്ടർ സ്കീയിങ് എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉള്ളതാണ്.
ബാൽക്കണിയിൽ നിന്നാൽ നമുക്കൊരു 360 ഡിഗ്രിയിൽ നമ്മുടെ ഈ റിസോർട്ടും പരിസരവും കാണാൻ സാധിക്കും കേട്ടോ. നല്ലൊരു വ്യൂ തന്നെയാണ്. അതിൽ ഞാൻ പറഞ്ഞ പോലെ ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ മറ്റ് മാരേജ് ഫംഗ്ഷനോ അങ്ങനെ റിസപ്ഷനുകൾ പോലുള്ള ചെറിയ ചെറിയ ഫംഗ്ഷനുകളും ഇവിടെ നടത്താവുന്നതാണ്. കായൽ തീരത്തൊക്കെ ഇപ്പോൾ ഒത്തിരി ഗെറ്റ് ടുഗദറും പരിപാടികളും ഒക്കെ നടത്തുന്ന ഒരു സമയം കൂടാണല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ്, നല്ല ആംബിയൻസ് ആണ്. ഏതായാലും ഹൗസ് ബോട്ടിങ്ങിന് പോകുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ രാത്രിയിൽ നമ്മുടെ റിസോർട്ടിലെ ഒരു ആംബിയൻസ് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ സ്വിമ്മിംഗ് പൂളിലെ ആ ഏരിയയിലും നല്ലൊരു ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള വെക്കേഷൻ ടൈമിന് ബാക്ക് വാട്ടേഴ്സ് റിസോർട്ടുകളിലൊക്കെ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് കായൽ ഭംഗി ആസ്വദിച്ച് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. Take care.